ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. ഞാൻ ദേ രാവിലെ കലാപരിപാടികൾ ആരംഭിച്ചിരിക്കുവാണ്. അതായത് പുറത്തേക്ക് പോവാണ്. ഇന്നിപ്പോൾ ഷൂട്ടല്ല, ഞാനൊരു ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്നു. ഒന്നും ആയിട്ടില്ല, മേക്കപ്പ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. സാരി ഉടുത്തു. ഓക്കെ, ജസ്റ്റ് ഒരു കുറച്ച് ഫുൾ സ്ലീവായിട്ടുള്ളൊരു ബ്ലൗസും ഇതൊരു ക്രോപ്പ് ടോപ്പായിട്ട് മേടിച്ച കേട്ടോ. അത് ബ്ലൗസ് ആക്കിയിരിക്കുന്നു. ഓക്കെ, ഇത് ലൈറ്റ് ഒരു യെല്ലോ ടൈപ്പ് സാരിയാണ്. ലൈറ്റ് ഒരു ലെമൺ യെല്ലോ ആണോ എന്ന് ചോദിച്ചാൽ അത് അങ്ങനെ പറയാൻ പറ്റില്ല. ഓക്കെ, ആ ശരിക്കും പറഞ്ഞാൽ തലമുടിയൊന്നും സെറ്റ് ചെയ്യാനൊന്നും പോകാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ പോണിറ്റെയിൽ കെട്ടാൻ പോവാണ്. എൻ്റെ മുഖമൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. ഞാനൊരു 5 മണിക്ക് എഴുന്നേറ്റതാണ്. ഇപ്പോൾ സമയം 6:45. കുളി, സാരി ഉടുക്കൽ എല്ലാം കഴിഞ്ഞ് ഇത്രയായി. ഇനിയിപ്പോൾ ഒരു 8:45 ഞാൻ അവിടെ എത്തണം എന്നാണ് പറഞ്ഞത്. നിഷ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം, നിഷ് അതായത് ഗവൺമെൻറ്റിൻ്റെ ആണ്. പിന്നെ ആക്കുളം സൈഡിലാണ് നിഷ്. അവിടെ ഒരു വിമൻസ് ഡേയോടനുബന്ധിച്ചൊരു പ്രോഗ്രാമാണ്. അവരുടെ മന്ത്ലി അസംബ്ലി എന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്പീക്കറായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ റെഡി ആകട്ടെ. ആക്ച്വലി പറഞ്ഞാൽ പൊങ്കാലയുടെ ക്ഷീണം തീർന്നിട്ടില്ല. അത് ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞെങ്കിലും രാവിലെ തന്നെ റെഡിയായി പോകാൻ നോക്കും. ഓക്കെ, ഇന്നലെ ലേറ്റായിട്ടാണ് കിടന്നത്. രാവിലെ എഴുന്നേറ്റ് ഡ്യൂട്ടി കംസ് ഫസ്റ്റ് എന്നല്ലേ പറയുക. നമ്മൾ ഒരു കാര്യം ഏറ്റാൽ അത് കൃത്യസമയത്ത് ചെയ്യണം. അങ്ങനെ കുറച്ച് മേക്കപ്പ് റെഡിയായി വരുന്നു. ഞാൻ സാധാരണയായിട്ട് ഞാൻ ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ട് നമ്മുടെ എങ്ങനെയാണ് ഞാൻ മേക്കപ്പ് ചെയ്യുന്നത്. ലൈറ്റായിട്ടൊരു പരിപാടിയുള്ളൂ. എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. ഞാനൊരു കൺസീലർ ഉപയോഗിക്കും, മോയ്സ്ചറൈസർ ഉണ്ടാകും, കൺസീലർ ഉണ്ടാകും, പിന്നെ ചിലപ്പോഴൊക്കെ സൺസ്ക്രീനും ഇടാറുണ്ട്. ഇപ്പോൾ കൺസീലർ കഴിഞ്ഞാൽ പിന്നെ ചെറുതായിട്ടൊരു കോമ്പാക്റ്റ് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്യും, ഒരു പൗഡർ കോമ്പാക്റ്റ്, അത്രേ ഉള്ളൂ. കണ്ണെഴുതും, ലിപ്സ്റ്റിക് ഇടും, എല്ലാം മാക്കിൻ്റെ പ്രോഡക്റ്റ്സ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതാണ് എനിക്കങ്ങനെ എപ്പോഴും ഇങ്ങനെ മാറുന്ന ഇഷ്ടമല്ല. പ്രോഡക്റ്റ്സ് മാറിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിലും എക്സ്പെരിമെൻറ്റ്സ് വല്ലപ്പോഴൊക്കെ ആകാം. കൈരളിയായിട്ട് ബന്ധപ്പെട്ട വർക്കൊക്കെ വരുമ്പോൾ, റിയാലിറ്റി ഷോസൊക്കെ വരുമ്പോൾ ഞാൻ മേക്കപ്പ് മാൻ ആരാണോ അവർ കൊണ്ടുവരുന്ന പ്രോഡക്റ്റ്സ് ആയിരിക്കും. പക്ഷേ എങ്കിൽ അവരോടും പറയാം, അവരുടെ മാക്ക് ഉണ്ടെങ്കിൽ അതായിരിക്കും ബേസിക്കലി യൂസ് ചെയ്യുന്നത്. കിരണ്ടയിലൊക്കെ മാക്ക് ഉണ്ട്, ഞാൻ സാധാരണ കിരണാണ് ചെയ്യുന്നത്. പിന്നെ ഇത്ര രാവിലെ എഴുന്നേൽക്കുക, പുറത്തേക്ക് പോകാൻ റെഡിയാവുന്നൊക്കെ സാധാരണ നമ്മുടെ ട്രാവൽ വ്ളോഗിന് വേണ്ടിയിട്ടാണ്, എന്തെങ്കിലും വ്ളോഗ് റിലേറ്റഡ് ആണ്. ഇന്ന് അങ്ങനെയല്ല, ഇന്നല്ലാണ്ട് പോവുകയാണ്. പോയിട്ട് എനിക്ക് തോന്നണം ഒരു 10-10:30 ആകുമ്പോൾ ഞാൻ തിരിച്ചെത്തും. അപ്പോഴത്തേക്കും കുടുംബങ്ങളും ഒക്കെ എഴുന്നേൽക്കും, ഉറക്കം. ഓക്കെ, അപ്പോൾ ഇതാണ്. 10:30 അല്ല, ചിലപ്പോൾ അതിന് മുന്നേ എത്തും. 9:30 ഒക്കെ ആകുമ്പോഴത്തേക്കും അപ്പോൾ റെഡി ആകട്ടെ. ഇനി കുറച്ച് കലാപരിപാടികളും കൂടി ഉണ്ട്. കഴുത്തിലൊന്നുമില്ല, വള ഞാൻ ഊരി വയ്ക്കും, വളയുടെ ആവശ്യമില്ല. ഞാൻ ആക്ച്വലി ലിപ്സിൽ നിവയുടെ ചെറി ഷൈൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതാണ് ആദ്യം പുരട്ടുന്നത്. അതൊരു ഗ്ലോസും ഉണ്ടാകും, പിന്നെ അതുപോലെ ഒരു മോയ്സ്ചറൈസിങ് കൂടിയാണല്ലോ. അതിൻ്റെ മേലെയാണ് ഞാൻ ലിപ്സ്റ്റിക്ക് ചെയ്യുന്നത്. അതാണ് സാധാരണയായിട്ട് ചെയ്യുന്നൊരു രീതി. അതിന് തന്നെ ഒരു ചെറിയൊരു കളറുണ്ട്, പ്ലസ് ഭയങ്കര ഒരു മോയ്സ്ചറൈസ്ഡ് ഫീൽ കിട്ടും. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നതാണ് എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ കളറ്. ഇത് നോക്കിക്കോളൂ, ഇത് മാക്കാണ്. മാക്കിൻ്റെ തന്നെ റെട്രോ സീരീസ് എന്നാണ് പറയുന്നത്. റെട്രോ സീരീസ് നമ്പർ എന്ന് പറയാനായിട്ടില്ല. റെട്രോ സീരീസിൽ ഈ കളറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ. ഞാൻ സാധാരണയായിട്ട് ലിപ്സ് വരയ്ക്കാറില്ല, ലിപ്പ് ലൈനർ യൂസ് ചെയ്യാറില്ല. ഞാൻ എൻ്റെ ലിപ്സ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ലിപ്സ്റ്റിക് ഇടുന്നത്. അല്ലെങ്കിൽ നമുക്ക് ലിപ്സ് വലുതാക്കുകയോ ചെറുതാക്കുകയോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിപ്പ് ലൈനർ യൂസ് ചെയ്യും. എനിക്കങ്ങനെ ചെറുതാക്കാനും വലുതാക്കാനും അങ്ങനെ തോന്നാറില്ല. ഇതിങ്ങനെ തന്നെ ഇടുന്നു. ഓക്കെ, അപ്പോൾ മുടി ബാക്കോം ഇവിടെ ക്ലിപ്പ് ചെയ്തു. ഒരു ലോങ് പോണിറ്റെയിൽ, ലോങ് കുതിരവാലെന്ന് പറയില്ലേ, പോണിറ്റെയിൽ. ഇതിപ്പോൾ ശരിക്കും ഒരു കുതിരവാല തന്നെ ആയിട്ടുണ്ട്, പോണിറ്റെയിൽ. ഇനിയിപ്പോൾ ഉടനെ തന്നെ പൊങ്കാലയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. പൊങ്കാലയ്ക്ക് കഴിഞ്ഞു. ഇനി എൻ്റെ ഹെയർ ട്രീറ്റ്മെൻറ്റിന് ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് അടുത്ത് തന്നെ ചെയ്യും, ഒരു അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട്. അതായത് നമ്മൾ ആസ് യൂഷ്വൽ ചെയ്യുന്ന പോലെ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ്. പിന്നെന്താ പറയുക, അതിൻ്റെ കൂടെ കുറച്ച് മുടി ഷോർട്ടാക്കാം. മുടി ഞാൻ കുറച്ചൊന്ന് വേവി ആക്കി ഇടാനായിട്ട് തീരുമാനം എടുത്തിരിക്കുക, ഫോർ എ ചേഞ്ച്. കുറേ നാളായി അങ്ങനെ കട്ട് ചെയ്തിട്ട്. പിന്നെ കുറച്ച് കളേഴ്സ് ഹൈലൈറ്റ്സ് ഒക്കെ കൊടുക്കാൻ പ്ലാനുണ്ട്. ഇനി വേറൊരു ആളായിട്ടായിരിക്കും നിങ്ങൾ ഈ കാണാൻ കൂടെ. കുറേ നാളായിട്ട് ഈ ഒരു സ്റ്റൈലിലല്ലേ കാണുന്നത്. കുറച്ച് ചേഞ്ച് ആയിക്കോട്ടെ അല്ലേ. പിന്നെ ഒരു പൊട്ടിടണം. ഓക്കെ, ബാക്കി എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് റെഡി. കഴുത്തിൽ വേറെ ഒന്നും വേണ്ട. ഇതൊരു ക്ലോസ് നെക്ക് ക്രോപ്പ് ടോപ്പാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, ഫുൾ സ്ലീവ്. ഓക്കെ, കഴുത്തിൽ വേറെ ഒന്നുമില്ല. ഇത് തന്നെ, ദിസ് ഇസ് മൈ
കമ്മൽസ് പൊട്ടിടാം. ഓക്കെ, ഇനി കണ്ണാടി വയ്ക്കും. യെസ്, അപ്പം നമ്മുടെ ഫുൾ മേക്കപ്പ് ആൻഡ് മേക്ക് ഓവർ ഇസ് റെഡി. യെസ്, ഇനി ഞാൻ ഡ്രൈവറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അത് കഴിഞ്ഞാൽ കാറിൽ കയറി പോകാം. പക്ഷേ ഇപ്പോൾ സമയം 7:15 ആയിട്ടുള്ളൂ. നമുക്കൊരു 8:45 സ്റ്റാർട്ട് അവിടെ എത്തിയാൽ മതി. എങ്കിലും ഒരു അരമണിക്കൂർ വേണം. സോ ഐ തിങ്ക് ഒരു 8 മണി കഴിയുമ്പോൾ ഞാൻ ഇറങ്ങും. ഓക്കെ, കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാം. പത്രം വായിക്കാം. രാവിലെ എഴുന്നേറ്റിട്ട് പത്രം വായിച്ചില്ല. അപ്പം പത്രം വായന നടക്കട്ടല്ലേ ഈ സമയത്ത്. പുറത്തെ കാഴ്ച ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഈ രാവിലെ സമയം നമ്മുടെ ചെറിയൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഇത് പൊങ്കാല കഴിഞ്ഞതിൻ്റെ അടുത്ത ദിവസം ആയതുകൊണ്ട് ഇവിടെ എല്ലാം ചളകുളം. ഓക്കെ, തറയെല്ലാം ഇനി വാഷ് ചെയ്ത് ഇറക്കണം. പിന്നെ ഇതെല്ലാം അടുക്കി വെച്ചിട്ടുണ്ട്, കല്ലെല്ലാം. ബാക്കി ഫുഡിൻ്റെ കാര്യങ്ങൾ കൊണ്ടുവന്ന് അതൊന്നും മാറ്റിയിട്ടില്ല. അവരെല്ലാം വന്നിന് കൗണ്ടറൊക്കെ ഇളക്കി മാറ്റി വാഷ് ബേസിന് കൊണ്ടുപോകണം. ഇത് നോക്കി നമ്മുടെ ചെറി ഇവരെല്ലാം നമ്മളിപ്പോൾ ഫെൻസ് ചെയ്ത് വെച്ചിരിക്കുക. ഏതാ കയറിട്ട് കെട്ടിയിരിക്കുന്നു. ഓക്കെ, ഇങ്ങോട്ട് ഇങ്ങനെ മറിഞ്ഞ് കിടക്കുമായിരുന്നു. നിത്യ കല്യാണി ഇതിൻ്റെ ഇടയിലേക്ക് അങ്ങോട്ട് സ്പ്രെഡായി വരുന്നുണ്ട്. ചെറിയായിട്ടും കൂടി കമ്പനി ആയല്ലോ. ഓഹോ, അങ്ങനെയല്ലേ. ഇതൊക്കെ ഇന്നലെ പൂത്തതാണ്, നോട്ട് ടുഡേയ്സ്. രാത്രി പൂത്തതാണ് കേട്ടോ. ഓ, ഈവനിങ് നന്നായിട്ട് പൂത്ത് കിടക്കുമായിരുന്നു. ഇത് മേളിൽ അറ്റം വരെ പോയിട്ടുണ്ട്. ഇത് പടർന്നു പടർന്നു. റോഡൊക്കെ നോക്കിയേ, പൊങ്കാലയുടെ പിറ്റേ ദിവസത്തെ കാഴ്ചയാണ്. അവരെല്ലാം തൂത്തിട്ടുണ്ട് കോർപ്പറേഷൻ്റെ ആൾക്കാർ, പക്ഷേ ഇവിടെ ഒന്നും വാഷ് ചെയ്തിട്ടില്ല. ലാസ്റ്റ് ഇയർ എല്ലാം കഴുകി ഇറക്കുകയൊക്കെ ചെയ്തു. നല്ലതായിട്ടൊരു ആർട്ടിഫിഷ്യൽ മഴ പോലെയല്ല, ശരിക്കും വെള്ളം കൊണ്ടുവന്നിട്ടിങ്ങനെ ടാങ്കേഴ്സിൽ കൊണ്ടുവന്നിങ്ങനെ വാഷ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്രാവശ്യം അതൊന്നുമില്ല. ഓക്കെ, നമ്മുടെ കറ്റാർ വാഴയൊക്കെ ഇപ്പോൾ അത്യാവശ്യം ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ട്, കുഴപ്പമില്ല. പത്രം, ദ ഹിന്ദു ആൻഡ് മാതൃഭൂമി, ഇതാണ് നമ്മുടെ പത്രം. ഓക്കെ, ഫൈറ്റർ ഫിഷ്. ഈ ഫൈറ്റർ ഫിഷ് രണ്ടാളും ഒരേ ഒരു വീട്ടിനകത്ത് താമസിക്കുമോ എന്നുള്ള കാര്യം എനിക്ക് സംശയമുണ്ട് കേട്ടോ. സാധാരണ അവർ അടിയാകും. ഇത് കൂടുതലിന് വേണ്ടി ഞാൻ വാങ്ങിച്ചതാണ് കാണാൻ. ഫിഷ് ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് ഒരു പ്രാവശ്യം. മണി പ്ലാന്റ് അതിവിടെ വെച്ചിരിക്കുന്നു. ചെറിയൊരു അബദ്ധം പറ്റി, ഞാൻ സാരി മാറ്റേണ്ടി വന്നു. ഇതിപ്പോൾ ലെമൺ യെല്ലോ ആൻഡ് സിൽവർ. അപ്പം ഞാൻ ഈ ബ്ലൗസിന് ചേരുന്ന നോക്കി വീണ്ടും കണ്ടുപിടിച്ചതാണ്. ആ സാരിയിൽ ഞാൻ സത്യം പറഞ്ഞ് ഇവിടെ നിന്ന് എഴുതാൻ തുടങ്ങി. പേന എടുത്തിട്ട് എനിക്ക് കുറച്ച് വോയിസ് ഓവറിന് വേണ്ടി ഞാൻ കുറച്ച് പോയിൻറ്റ്സ് നോട്ട് ചെയ്യാനായിട്ട്. ആ ഡോട്ട് പെന്നെ ലീക്കിങ് ആയിരുന്നു. ലീക്കിംഗ് എന്ന് പറയാൻ അറിയാമല്ലോ. അതെ, കയ്യിലെല്ലാം ആയി. ഇത് ഞാൻ കുറേ തുടച്ചതാണ്. എൻ്റെ മുഖത്തും കുറച്ചായി. ഇതെല്ലായിടത്തും ആയി കേട്ടോ. രക്ഷയില്ലാതെ കൈയുടെ ഓൾ പ്ലേസസ് എല്ലായിടത്തും മഷി പടർന്നു. ഞാൻ നോക്കുമ്പോൾ എൻ്റെ സാരിയുടെ അതേ ഭാഗം ഫ്രണ്ട് പോർഷനിൽ തന്നെ ആ ബ്ലൂ കളറിലെ മഷി ഇങ്ങനെ പറ്റിയിരിക്കുന്നത്. എങ്ങനെ ഇടും, എങ്ങനെ കൊണ്ടുപോകും? അത് എടുത്തിട്ട് എനിക്ക് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഭയങ്കര വൃത്തികേടായിരുന്നു. അപ്പോൾ ഭാഗ്യത്തിന് ഇതിനെ ഷൂട്ടിങ്ങായിട്ട് വേറൊരു സാരി ഉണ്ടായിരുന്നു, അതെടുത്തു. വീണ്ടും ഒരു 10-15 മിനിറ്റ് പോയി. ഇപ്പം 8 മണിയാകാൻ പോകുന്നു. ഇനി ഞാനിവിടെ നിന്ന് ഇറങ്ങാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ സോ ദാറ്റ് ഒരു 8:45 മുന്നേ അവിടെ എത്തും. നിഷ് എന്നാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ്. ഇതൊരു ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഗവൺമെൻറ് ഓഫ് കേരളയുടെ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നു. ഈ സ്ഥാപനം എന്ന് പറഞ്ഞാൽ വൺ ഓഫ് എ കൈൻഡ് ആണ്. ഇന്ത്യയിൽ ടോട്ടലായിട്ട് എടുത്താൽ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒരു ടോട്ടൽ ലിസ്റ്റ് എടുത്താൽ ഇതുപോലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ വളരെ അപൂർവമാണ്. ഈ സ്ഥാപനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ ഡിസോർഡേഴ്സും ഹിയറിംഗ് ഡിഫിക്കൽറ്റീസും ഉള്ള വ്യക്തികളുടെ വിദ്യാഭ്യാസം, പുനരധിവാസം, പിന്നെ അവരുടെ എംപവർമെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ധാരാളം അക്കാഡമിക് പ്രോഗ്രാംസ് ഓഫർ ചെയ്യുന്നുണ്ട്. കുട്ടികളിലെ കേൾവിക്കുറവ് അഥവാ ഹിയറിംഗ് ഡിഫിക്കൽറ്റീസ് നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിട്ട് ഏർലി ഇൻ്റർവെൻഷൻ പ്രോഗ്രാംസിലൂടെ അവരുടെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റൽ ആവശ്യങ്ങൾ പരിഹരിച്ച് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക എന്നതാണ് ഈ കോഴ്സുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ മറ്റൊരു പ്രത്യേകത, ഇതൊരു ഇൻക്ലൂസീവ് ആയിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. എന്ന് പറഞ്ഞാൽ ഹിയറിംഗ് ഡിസബിലിറ്റീസ് ഉള്ളവർക്കും ഇതൊന്നുമില്ലാത്തവർക്കും
അതായത് ഹിയറിംഗ് ഒക്കെ ഉള്ള ആൾക്കാർക്കും ഒന്നിച്ച് പഠിക്കാൻ പറ്റുന്ന പലതരം കോഴ്സസും ഇവിടെയുണ്ട്. അതായത് ഒരുപാട് പ്രൊഫഷണൽ പ്രോഗ്രാംസും ഉണ്ട്. അങ്ങനെ എല്ലാത്തരം കുട്ടികളും ഒന്നിച്ച് ഒരുപോലെ പഠിക്കുന്ന ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു വളരെ യുണീക്ക് ആയിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, വൺ ഓഫ് എ കൈൻഡ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രൊഫഷണൽ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ ബാച്ചിലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി, മാസ്റ്റർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി, ബാച്ചിലർ ഓഫ് ഓക്കുപേഷണൽ തെറാപ്പി, ഡിപ്ലോമ ഇൻ ഇന്ത്യൻ സൈൻ ലാംഗ്വേജസ് ഇൻ്റർപ്രിട്ടേഷൻ, ഡിപ്ലോമ ഇൻ ഏർലി ചൈൽഡ്ഹുഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ മുതലായവയാണ്. ഇത് കൂടാണ്ട് അക്കാഡമിക് പ്രോഗ്രാംസ് കൂടാണ്ട് തന്നെ ക്ലിനിക്കൽ ആൻഡ് റീഹാബിലിറ്റേഷൻ സർവീസസ് ഉണ്ട്, ഇൻക്ലൂഡിംഗ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി, ന്യൂറോ ഡെവലപ്മെൻറ്റൽ സയൻസസ്, ENT, സൈക്കോളജി, ഫിസിയോതെറാപ്പി മുതലായ പല ഡിപ്പാർട്ട്മെൻറ്റ്സും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഹിയറിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റൽ ചലഞ്ചസ് ഉള്ളവരെ അസസ്മെൻറ്റ്, തെറാപ്പി, റീഹാബിലിറ്റേഷൻ എന്നീ സർവീസസിലൂടെ സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. എല്ലാം കൊണ്ടും വളരെ വ്യത്യസ്തമായൊരു സ്ഥാപനം തന്നെയാണിത്. It gives me immense pleasure to welcome you all to the special assembly dedicated to celebrating women power. Today is not just a celebration, but a reminder of the strength, courage, determination, and resilience that women demonstrate every single day. It is celebrated every year on March 8th to honor women's achievements and to promote gender equality and women's rights worldwide. It is officially recognized by the United Nations and observed in many countries across the globe. Today we would be talking about how women transforms the society. Dr. Lakshmi Nair is a well-known celebrity chef, television presenter, author, entrepreneur, and former news leader. She is widely recognized for hosting the popular cooking show Magic Oven and the travel show Flavors of India. ഇത്രയും നല്ല ഒരു ക്രൗഡിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നു. ഇത് മനസ്സ് നിറഞ്ഞ ഒരു ദിവസം തന്നെ പറയാം. കാര്യം ഇത്രയും ഇൻക്ലൂസീവായിട്ടൊരു സ്ഥലത്ത് ഞാൻ പോയിട്ടില്ല. ഫസ്റ്റ് ടൈം വിസിറ്റിംഗ് സച്ച് എ ഇൻസ്റ്റിറ്റ്യൂഷൻ. പ്രൗഢഗംഭീരമായ ഒരു സദസ്സ് തന്നെയായിരുന്നു ഈ ഒരു ചടങ്ങിൽ ഭാഗമായിരുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ, ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സ്, ഫാക്കൽറ്റി മെമ്പേഴ്സ്, പിന്നെ ഇവിടുത്തെ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ കേരളത്തിലെ മാത്രമല്ല, ഇന്ത്യയിലെ പല പല സ്റ്റേറ്റ്സിൽ നിന്നുള്ള കുട്ടികളും ഇവിടെ പഠിക്കുന്നുണ്ട്. ഇവരെല്ലാവരും ചേർന്ന ഈ ഒരു പ്രൗഢഗംഭീരമായ സദസ്സിൻ്റെ ഒപ്പമുള്ള എൻ്റെ ഈ ഒരു ദിവസം വളരെ വളരെ അർത്ഥപൂർണമായിരുന്നു. ഇവിടുത്തെ കുട്ടികളുടെയും ഫാക്കൽറ്റി മെമ്പേഴ്സിൻ്റെയും ഒക്കെ ഊഷ്മളമായ സ്നേഹം തൊട്ടറിഞ്ഞ് എത്രയോ നിമിഷങ്ങൾ. അവരുടെ ടോക്കൺ ഓഫ് അപ്രീസിയേഷനായിട്ട് എനിക്കവർ സമ്മാനിച്ചത് എൻ്റെ തന്നെ ഒരു ഛായാചിത്രമായിരുന്നു. അതൊരു പെൻസിൽ ഡ്രോയിങ് ആയിരുന്നു കേട്ടോ. അവിടുത്തെ സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റാണ് അത് വരച്ചത്. എത്ര മനോഹരമായൊരു ഡ്രോയിങ് ആയിരുന്നു എന്നറിയോ. അത് വരച്ച ആ മിടുക്കനായ വിദ്യാർത്ഥി ആരാണെന്ന് ഞാൻ തിരയുകയും ആ വിദ്യാർത്ഥിയെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചിട്ട് അഭിനന്ദിക്കാനും ഞാൻ മറന്നില്ല കേട്ടോ. ആ സമ്മാനം സ്വീകരിക്കുമ്പോൾ എൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയ്ക്കും വലുതായിരുന്നു. ആ സമ്മാനം എനിക്ക് തന്നപ്പോൾ ഇത്ര മനോഹരമായ, ഇത്ര ലവിങ് ആൻഡ് തോട്ട്ഫുൾ ആയിട്ടുള്ളൊരു ജസ്റ്ററാണെന്ന് ഞാൻ മനസ്സിലിങ്ങനെ ആലോചിച്ചു. ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞിട്ട് നാഷണൽ ആന്തം, അതും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സ്റ്റുഡൻസ് സ്പെഷ്യലായി കൊറിയോഗ്രാഫി ചെയ്ത് പാടി റെക്കോർഡ് ചെയ്തതായിരുന്നു. അതും വ്യത്യസ്തമായൊരു അനുഭവം തന്നെയായിരുന്നു. അങ്ങനെ ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞു. പിന്നെ കുറച്ച് ഫോട്ടോഗ്രാഫ്സ് എടുക്കുന്ന കാര്യമായിരുന്നു. എല്ലാവരോടും ഒപ്പം ഫോട്ടോസൊക്കെ എടുത്ത് കുറേ നേരം സംസാരിച്ചൊക്കെ നിന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയും കുറച്ച് നല്ല സ്നേഹ സംഭാഷണങ്ങൾ തന്നെയായിരുന്നു കൂടുതലും.
വളരെ ഹാപ്പി ആയിട്ട് എന്നെ അവർ യാത്രയാക്കി. ഇനി തിരിച്ച് വീട്ടിലേക്ക്. മറക്കാനാവാത്ത നല്ല ഒരു അനുഭവമായിരുന്നു ഇന്നത്തെ ഈ ദിവസത്തെ ഈ ഒരു ചടങ്ങും അതിൻ്റെ ഭാഗമാകാൻ സാധിച്ചത്. രാവിലത്തെ ഫംഗ്ഷൻ കഴിഞ്ഞ് നിശ്ചയിൽ നിന്നും തിരിച്ചെത്തി. പിന്നെ കുറേ നേരം പൊടുമോളപ്പത്തേക്ക് എഴുന്നേറ്റു. പൊടുവിൻ്റെ കൂടെ കളിച്ച് അവന് പൊട്ടിക്ക് പോയി. What? Uncle? Okay. So we are going, where are we going? To boutique, okay. Boutique, okay. അപ്പോൾ ഇനി പുടുവിനെ ബുട്ടീക്കിലാക്കിയിട്ട് ഞാൻ നമ്മുടെ ഒരു ട്രാവൽ വ്ളോഗിന് വേണ്ടിയിട്ടൊരു വീഡിയോ എടുക്കാനായിട്ട് പോവാണ്. അഫ്സൽ ബിരിയാണി. അയ്യോ യെസ് ബേബി, ഞങ്ങൾ പോവാണേ. പുടുവിനെ ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ പോയിട്ട് തിരിച്ചു വരും. 2 hours തിരിച്ചു വരും. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് ചാനലിൻ്റെ ഷൂട്ടാണ്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ആ ചാനലിൽ കാണാം. ഓ പിന്നെ ലെറ്റ്സ് ഗോ ബേബി. ആസിഫി ബിരിയാണി എന്ന് പറഞ്ഞ ഷോപ്പിലാണ്. അവരുടെ കിച്ചൻ്റെ പോർഷനിൽ വന്നിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യാൻ വന്നത്. തലയിൽ ക്യാപ്പൊക്കെ വെച്ചിട്ടിരിക്കുവാണ്. കിച്ചണിൽ നമ്മൾ ക്യാപ്പ് വയ്ക്കണം. നല്ല ചൂട്. ഓക്കെ, ബിരിയാണി ഉണ്ടാക്കുന്ന കാണുവാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനിപ്പോൾ ഇച്ചിരി പുറത്തോട്ട് ഇറങ്ങിയിരിക്കുന്നത് അതിനകത്ത് നടക്കുന്നില്ല. ഭയങ്കര ചൂട്. നമ്മൾ അത്രയും ചൂടൊക്കെ സഹിച്ചു തന്നെയാണ് നമ്മൾ എപ്പോഴും ഷൂട്ട് ചെയ്യാനൊക്കെ വരുന്നത്. കിച്ചണിലൊക്കെ കയറി ഷൂട്ട് ചെയ്യണം എന്നുള്ള സമയത്ത് നല്ല ചൂടൊക്കെ. ഇത് ടിപ്പിക്കൽ ഇവർ ആസിഫിയുടെ ചിക്കൻ ദം ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് കഴിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നമ്മുടെ സെക്കൻഡ് ചാനൽ ലക്ഷ്മി കാണാം. അങ്ങനെ നമ്മുടെ ട്രാവൽ വ്ളോഗ് ഷൂട്ടെല്ലാം കഴിഞ്ഞാൽ തിരിച്ച് വരുന്ന വഴിക്ക് ഞാൻ ശ്യാമള ചേച്ചിയുടെ വീട്ടിലും കൂടി ഒന്ന് കയറിയായിരുന്നു. പാർവതിയുടെ മദറിലോ അശ്വിൻ്റെ അമ്മ. പൊങ്കാല പ്രമാണിച്ച് ചേച്ചി UK നിന്ന് വന്നിട്ടുണ്ട്. ഇനി ഒരു മാസം അടുപ്പിച്ചവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ജസ്റ്റ് അവിടെ കയറിയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് പൊട്ടിക്ക് ഇന്ന് പുടുമോളെയും പിക്ക് ചെയ്തു. പുടുമോൾ ഇവിടെ ഉണ്ട്. അതിന് കുറച്ച് കഴിഞ്ഞിട്ട് വരും. ഓക്കെ, ഇത് വിശേഷം. ഇനി ഡ്രസ്സൊക്കെ മാറുന്നു. ഇന്ന് കുറേ കാര്യങ്ങളാണ്. ഇതാണ് എൻ്റെ ഒരു ദിവസത്തെ ആക്ടിവിറ്റീസാണ്. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ നടക്കുക. പൊടുതേ ബേസിനിൽ വെള്ളത്തിൽ കയറി നിൽക്കുന്നു. കളിക്കാൻ കൊടുത്തത് അയച്ചിട്ടേ ഡോളിനെയും കൊണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ പരിപാടി? ഇപ്പോൾ രാത്രിയായി സമയം. ഓക്കെ, ഇനിയിപ്പോൾ ഡിന്നർ പരിപാടി ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു ഇവിടെ ദോശമാവുണ്ട്. അപ്പോൾ ദോശമാവിൽ തന്നെ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ചുകൂടെ ഹെൽത്തി ആക്കി പാലക് പനീർ ദോശ ഉണ്ടാക്കിയായിരുന്നു വിചാരിച്ചു. അപ്പം ദോശമാവിൽ പാലക്കും കൂടി മിക്സ് ചെയ്തിട്ട് ഫില്ലിംഗ് ആയിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങിന് പകരം പനീർ കൊടുക്കുന്നു. എങ്ങനെയുണ്ടോ? നല്ല ഐഡിയ ഇല്ലേ? പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചു. ഓക്കെ, അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ കിച്ചണിലേക്ക് പോകുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ പാലക് പനീർ ദോശ. അപ്പോൾ ദോശമാവ് റെഡിയാണ്. പിന്നെ പാലക്ക് മേടിച്ചതുണ്ട്, അതൊന്ന് ബ്ലാൻഡ് ചെയ്തെടുക്കണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ അതേ പനീർ 250 grams ഞാൻ പാക്കറ്റിൽ നിന്ന് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുവാണ്. അരിഞ്ഞ് മാറ്റി 2 ചെറിയ സവാള എടുത്തിട്ടുണ്ട്. അതൊന്ന് അരിഞ്ഞെടുത്തോട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പാലക്കിനെ ഒന്ന് പ്ലാൻ ചെയ്യാം. എന്നിട്ട് അതൊന്ന് അരയ്ക്കാം. നമുക്ക് പാലക്കിൻ്റെ പ്യൂരി തരാം. പാലക്ക് പ്യൂരി വെള്ളം തിളയ്ക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. വെള്ളം തിളയ്ക്കുമ്പോൾ ഇതൊന്ന് ബ്ലാൻഡ് ചെയ്തെടുക്കുകയാണ് ആദ്യം. ഇതിപ്പോൾ 2 കെട്ട് പാലക്കത്ത് നന്നായിട്ട് കഴുകി കട്ടിയുള്ള കണ്ടൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇത് തിളച്ച വെള്ളം ആയതുകൊണ്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ ഒരു 2-3 മിനിറ്റ് മതി. ഇതിൻ്റെ കളർ മാറാണ്ട് ബ്ലാൻഡ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. കളർ മാറാനും പാടില്ല. ഇനി ഇത് വെള്ളത്തിൽ നിന്നും മാറ്റുക. ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. അല്ലെങ്കിൽ കൂടുതലായി കഴിഞ്ഞാൽ അതിൻ്റെ കളർ മാറും. ഒരു പച്ച റോ ടേസ്റ്റ് മാറി കിട്ടണം. യെസ്, ഇത് ഇച്ചിരി തണുക്കട്ടെ. അങ്ങനെ ബ്ലാൻഡ് ചെയ്ത ഇലയെല്ലാം ഞാനിങ്ങനെ തണുക്കാൻ വെച്ചിരുന്നു. ഇനി അത് മിക്സിയിൽ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഓക്കെ, നന്നായിട്ട് അരച്ചെടുത്തു. ഓക്കെ, പ്യൂരീഡ്. ഇനി ഇതാണ് നമ്മൾ മാവിലേക്ക് ചേർക്കാൻ പോണേ. അപ്പോൾ ദോശയുടെ മാവിൽ
നമ്മുടെ പാലക് പ്യൂറി ചേർക്കട്ടെ. ആഹാ, നല്ല പച്ചനിറമായി കൊണ്ടിരിക്കുന്നു. ഒരു ഹെൽത്തി ദോശയായി മാറും. ഇതിനകത്ത് ഞാൻ ഉപ്പിട്ടിട്ടില്ല, ഉപ്പും കൂടി ചേർക്കാം. ഓക്കേ, അപ്പം മാവ് റെഡി. മാറ്റി വയ്ക്കട്ടെ. ഇത് നോക്കിയേ, തൊണ്ടൻ മുളക്, നമ്മുടെ ട്രിവാൻഡ്രംകാരുടെ സ്പെഷ്യൽ. ഇത്ര എണ്ണം നോക്കിയേ. ഇതെന്താ അറിയാം ഇത്രയും കൂടുതൽ? നമ്മുടെ പൊങ്കാലയ്ക്ക് വേണ്ടി മേടിച്ച സാധനങ്ങളുടെ സദ്യ ഒരുക്കിയിരുന്നല്ലോ, അപ്പോൾ അതിന് വേണ്ടി മേടിച്ചതിൻ്റെ ബാക്കിയാണ്, കുറച്ച് കൂടുതലായിപ്പോയി. ഇനി ഇതെന്ത് ചെയ്യും? എന്ന് വെച്ചാൽ, വേണമെങ്കിൽ നമുക്കൊരു മധുരക്കറി ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇത് നമുക്ക് ഉണക്കാം, കൊണ്ടാട്ടമാക്കാം. ഉപ്പിട്ട് വെച്ചിട്ട് വെയിലത്തിട്ട് ഉണക്കാം. പിന്നെ അടുത്ത ഓപ്ഷൻ ബജി ഉണ്ടാക്കാം. അകത്തെ കുരുവെല്ലാം മാറ്റി വെച്ച്, അല്ലെങ്കിൽ ഇച്ചിരി എരിവൊക്കെ ഉണ്ടാവും. ഇതൊന്ന് വീഡ് ഔട്ട് ചെയ്തെടുക്കണം, നല്ലതും ചീത്തയൊക്കെ. ഇതിനുള്ള പരിപാടിയും കൂടി ആലോചിക്കേണ്ടിയുണ്ട്. സൂക്ഷിച്ച് വയ്ക്കാം. ഓക്കെ, ഇനിയിപ്പോൾ ദോശയുടെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഒരു പനീർ ഫില്ലിങ് ഉണ്ടാക്കാം. പനീർ മസാല, ഇച്ചിരി എണ്ണ അല്ലെങ്കിൽ നെയ്യ്, രണ്ടാണെങ്കിലും ഓക്കെയാണ്. വെളിച്ചെണ്ണയിലല്ല കേട്ടോ, അല്ലാത്ത എണ്ണ ചൂടായി കടുക് ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് നല്ല ജീരകം, ഒരു 1/2 ടീസ്പൂൺ. ഇനി നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് 2 എടുത്തിട്ടുണ്ട്. മറ്റേ രണ്ടും ഓരോ ടേബിൾ സ്പൂൺ വെച്ച് ഇട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഇഞ്ചി 1 ടേബിൾ സ്പൂൺ ഉണ്ട്, വെളുത്തുള്ളി ഒരു 3/4 ടേബിൾ സ്പൂൺ, അത്ര. 2-3 പീസ് വറ്റൽ മുളക് ഇടാം. ഓക്കെ, ചെറുതായിട്ടും ഉറച്ച് കറിവേപ്പിലയും കൂടി ആകാം. യെസ്, ഒന്ന് വാടി കുറച്ച് കളർ മാറാൻ തുടങ്ങുന്ന ആ ഒരു സ്റ്റേജായിട്ട് നമുക്ക് സവാള ഇടാം. യെസ്, ഇനിയിപ്പോൾ സവാള 2 ചെറുതായിട്ട്. ഇനി നന്നായിട്ട് വാടിക്കുഴഞ്ഞ് വരട്ടെ. സവാളയൊക്കെ വാടി തുടങ്ങി. ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർക്കാൻ പോകുന്നു. ഒരു 1/2 ടീസ്പൂൺ നിറച്ച് ചേർക്കാം. ഇച്ചിരി ഉപ്പും കൂടി ചേർക്കട്ടെ. കളറൊക്കെ മാറി മൂക്കാൻ തുടങ്ങുന്നു. ഈ സ്റ്റേജിൽ ഞാൻ കുറച്ച് കടലമാവ് ചേർക്കാൻ പോകും. ഒരു ടേബിൾ സ്പൂൺ കടലമാവ്. അതിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറും ഈ കൂട്ടത്തിലിട്ട് വറുക്കുകയാണെങ്കിൽ. തീ അല്പം കുറയ്ക്കട്ടെ. ഇനി ഒരല്പം മുളക് പൊടിയും കൂടി ചേർക്കാൻ പോകും. ഒരു 1/2 ടീസ്പൂൺ. അപ്പോൾ കടലമാവും മൂത്തിട്ടുണ്ടാവും, ഈ മുളകും മൂക്കും അന്നേരം. നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻറ്റ് പനീർ. ഈ പനീറിനെ ഒന്ന് പൊടിച്ച് ചേർക്കാം. ഭയങ്കരമായിട്ടല്ല, ചെറുതായിട്ടൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇത് 280 ഗ്രാമാണ് മേടിച്ചത്. ഇട്ട് തുടങ്ങാം. കോട്ടേജ് ചീസ്. യെസ്, ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ. പനീർ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അങ്ങനെ പനീർ മിക്സ് ഇസ് ഗെറ്റിംഗ് റെഡി. ഫില്ലിങ്ങിൻ്റെ ഇനി ഒരു ശകലം ഗരം മസാല പൊടിയും കൂടി ചേർക്കാം. ഓപ്ഷനലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി, പക്ഷേ എനിക്ക് തോന്നുന്നു ചേർക്കാം. അതിൻ്റെ കൂടെ ഞാനൊരു അല്പം കസൂരി മേത്തി പൗഡറും കൂടി ചേർക്കും. അതും ഓപ്ഷനലാണ്. കുറച്ചൊരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവറിലേക്ക് മാറ്റാൻ പോകും. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, ഇനി ഒരു 1/4 ടീസ്പൂൺ കസൂരി മേത്തി ചേർക്കാം. യെസ്, ഇപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ഫ്ലേവർ അങ്ങോട്ട് മാറും, കണ്ടില്ലേ? ഇനി ഇതിലേക്ക് ഒരല്പം ഞാൻ വെള്ളം കൂടി ചേർക്കാൻ പോകുന്നു. ആ കടലമാവ് ചേർത്തത് കൊണ്ട് ചെറുതായിട്ടൊന്ന് കുഴഞ്ഞ് കിട്ടും. തീ വീണ്ടും കൂട്ടി. ഓക്കെ, നല്ല മണം. ഒരല്പം വെള്ളം. ഓൾറെഡി ഇത് കുഴഞ്ഞ് തന്നെ ഇരിക്കുന്നത്, എങ്കിലും അതിനൊരു പിടുത്തം. ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച്. So the masala filling is ready. ഉപ്പ് നോക്കട്ടെ. ഒരല്പം കൂടി ആകാം. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ, കൂടുതലും ആവാം. പച്ചമുളകിൻ്റെ എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കും.
ഒരല്പം വെള്ളം കൂടി ചേർക്കും. അപ്പോൾ ടോട്ടൽ ഞാനൊരു 1/2 കപ്പ് വെള്ളം ചേർത്തു എന്ന് പറയാം. ഫില്ലിങ് റെഡി. നല്ല ഇങ്ങനെ എന്താ പറയുക, കുഴഞ്ഞ് നല്ലൊരു നല്ല മുഷിയായിട്ടുള്ളൊരു ഫില്ലിങ്ങാണ്. തീ ഓഫ് ചെയ്യട്ടെ. ഇനി നമുക്ക് ദോശ ചുട്ട് തുടങ്ങാം. ദോശക്കല്ല് കുറച്ച് എണ്ണ തടവി കൊടുക്കാം. കുറച്ച് മാവ് ഒഴിക്കട്ടെ. ഇനി തീ ഒരല്പം കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒഴിക്കുന്ന സമയത്ത് തീ നല്ല കുറയ്ക്കണം. ഇനി കുറച്ച് നെയ്യ് മേളിലായിട്ട് ഇങ്ങനെ ഡ്രസ്സിൽ ചെയ്യണം. ഈ ദോശ കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഒരു പെസറട്ടിൻ്റെ ലുക്കില്ലേ നമ്മുടെ ചെറുപയർ ദോശ. യെസ്, കാഴ്ചയിൽ അങ്ങനെയാണ്, പക്ഷെ ടേസ്റ്റ് ഡിഫറെൻറ്റ്. ഇത് മുരിഞ്ഞ് വരട്ടെ. ഏതാണ്ട് മുരിഞ്ഞ് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഫില്ലിങ് വെച്ച് കൊടുക്കാം. കണ്ടല്ലോ, ഈസി ആയിട്ട് നമ്മുടെ പാലക് പനീർ ദോശ ഇസ് റെഡി. പ്ലേറ്റിലേക്ക് മാറ്റാം. യെസ്, അപ്പം മൊരിയുന്നത് നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. ഒരുപാട് സാധാരണ ഒരു മസാല ദോശ മൊരിയുന്ന അത്ര ഇത് മൊരിയാതിരിക്കുന്നതായിരിക്കും നല്ലത്. വേണമെങ്കിൽ മൊരിക്കാം, അത്രേ ഉള്ളൂ. ഓക്കെ, ബ്യൂട്ടിഫുൾ ആൻഡ് ടേസ്റ്റി ആയിരിക്കും. അകത്ത് നിറയെ ഫില്ലിംഗ് ഉണ്ട്. ഇനി തീ ഒന്ന് കുറച്ചിട്ട് അടുത്ത ദോശ. ഓക്കെ, നെക്സ്റ്റ് ദോശ. യെസ്, അപ്പോൾ ഈ രീതിയിൽ ദോശ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ ഞാൻ കഴിക്കാനും കൂടി പോവാണ്. ചൂടായിട്ട് എനിക്ക് ആദ്യം തന്നെ കഴിക്കാൻ പറ്റും. ഓക്കെ, എന്നിട്ട് നമ്മൾ ബാക്കി ഓരോരുത്തരും വരുന്നതിനനുസരിച്ച് ചുട്ട് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഒരുപാട് ഉണ്ടാക്കി വെക്കാണ്ടിരിക്കുക. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും 2-3 എണ്ണം ഉണ്ടാക്കുന്നു. പിന്നെ ഞാനിത് സൂക്ഷിച്ച് വയ്ക്കുന്നു. വരുന്നവർക്ക് അനിക്കുട്ടിക്ക് വേണമെങ്കിൽ അനിക്കുട്ടിക്ക്, ആർക്കാണ് വേണ്ടത് അവർക്ക് ഉണ്ടാക്കുന്നു. സിമ്പിൾ. ഇനി കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യോ അല്ലെങ്കിൽ എണ്ണയായാലും മതി. നല്ല എണ്ണയൊക്കെ ഒഴിച്ചാലും നല്ലതാണ്. ഇനി ഓയിൽ യെസ്, ഓക്കെ, ഇല്ലാതെയും ചെയ്യാം. കുറച്ചുകൂടി ഹെൽത്തിയർ ആക്കണമെങ്കിൽ നെയ്യും എണ്ണയും ഒന്നും വേണ്ടെന്ന് വയ്ക്കാം. ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ശരിക്കും പറഞ്ഞാൽ ഇത്ര മതി ഫില്ലിങ്. കാര്യം ദോശയുടെ കട്ടി അത്രയല്ലേ ഉള്ളൂ, തിന്നല്ലേ. ഒരു ദോശയ്ക്ക് ആവശ്യമുള്ള മസാലയാണ് നമ്മൾ വയ്ക്കേണ്ടത്. ഒരുപാട് മസാല വെച്ചാൽ ദോശ ചെറുതായി. ദോശയുടെ ഒരു വോളിയം കുറവും മസാല കൂടുതലുമാണ്. അപ്പോൾ ഈ ഒരു മസാലയിൽ നിന്ന് ഏകദേശം ഒരു 10 ദോശ വരെ നമുക്ക് ഉണ്ടാക്കാം, പ്രശ്നമൊന്നുമില്ല. ഓ, യമ്മി ആയിരിക്കും കേട്ടോ. ഓക്കെ, രണ്ടാമത്തെ ദോശ. ഞാനൊന്ന് കഴിച്ച് കാണിക്കാം. ഓക്കെ, ഫില്ലിങ്ങും. വാവ്, നൈസ്. ഇതിന് ആക്ച്വലി വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. യമ്മി. ഓ, അടിപൊളി. ഓക്കെ, വാവ്. ആ പനീർ വെരി ടേസ്റ്റി. ദോശ ഇസ് അഗൈൻ വെരി ടേസ്റ്റി. നെയ്യെല്ലാം ഒഴിച്ച് എന്താ ടേസ്റ്റ്. വേറൊന്നും വേണ്ട കേട്ടോ. കറീസ്, നോ ചട്നീസ്, നത്തിങ്. വേണമെങ്കിൽ ചട്നി വേണം നിർബന്ധമുണ്ടെങ്കിലും ടൊമാറ്റോ ചട്നി നല്ല കോമ്പിനേഷൻ.
അപ്പോൾ ഇതൊക്കെയാണ് ഡിന്നർ വിശേഷം. ഇഷ്ടപ്പെട്ടു വിചാരിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.